സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. എങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടായത്? ക്ഷേത്രങ്ങളുണ്ടായത് 4 ഘട്ടമായിട്ടാണ്. ഏറ്റവും ആദ്യം ഉണ്ടായത് കാവുകളായിരുന്നു. കാവുകൾ പിന്നെ കോവിലായി, കോവിൽ പിന്നെ അമ്പലമായി, അമ്പലം പിന്നെ ക്ഷേത്രമായി. കാവെന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഈശ്വര സാന്നിധ്യം ഉറപ്പിച്ച ശേഷം അവിടെ നമ്മൾ പ്രകൃതിക്കൊരു ദോഷവും വരാതെ, മരത്തിനൊരു ദോഷവും വരാതെ നമ്മൾ ഈശ്വരനെ സങ്കല്പിച്ച് ആരാധിച്ചു. അതാണ് കാവുകൾ എന്ന് പറയുന്ന സങ്കല്പം. ആ കാവുകൾ പിന്നീട് കോവിലായി മാറി. ആ ഈശ്വര സങ്കല്പത്തിനെ മേളിൽ നിന്ന് മഴയും വെയിലും കൊള്ളാതെ സംരക്ഷിക്കാൻ റൂഫുണ്ടായി. പിന്നെ മൃഗങ്ങളൊന്നും ആ ഈശ്വര പ്രതിഷ്ഠയെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. പട്ടിക്കൊക്കെ ഒരു പ്രതിഷ്ഠ കണ്ടാലേ പട്ടിക്ക് മനസ്സിലാവില്ല ഇത് പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് അതിന് ചുറ്റും ഒരു മതിലുണ്ടായി. അപ്പോൾ റൂഫും ഉണ്ടായി, ആ ഈശ്വര സങ്കല്പത്തിൻ്റെ മതിലുണ്ടായി. അപ്പോൾ കാവ് കോവിലായി മാറി. ആ കോവിലുകൾ പിന്നെ അമ്പലങ്ങളായി. ഈശ്വരനെ ഒരു ഗൃഹസ്ഥാശ്രമിയായ മനുഷ്യനെ പോലെ സങ്കല്പിച്ച് അദ്ദേഹത്തിനൊരു വീട് പണിഞ്ഞു. ആ വീട് ഒരു വരാന്തയുണ്ട്, ഒരു ഗർഭഗൃഹമുണ്ട്, അതിനൊരു ബാക്ക് എൻട്രി ഉണ്ട്. ആ ഗർഭഗൃഹത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ്. അതിന് റൂഫുണ്ട്, അതിന് ചുറ്റും ഒരു മതിലുണ്ട്. പിന്നെ ആ അമ്പലത്തിൻ്റെ വസ്തുവകൾ മറ്റുള്ളവർ കയ്യേറാതിരിക്കാൻ അതിന് ചുറ്റും ഒരു മതിൽ പണിഞ്ഞു. അപ്പോൾ കോവിൽ അമ്പലമായി. എന്നാൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് അമ്പലങ്ങൾ ക്ഷേത്രങ്ങളായി മാറി. മധുരൈ മീനാക്ഷി ക്ഷേത്രവും തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവും കാശി വിശ്വനാഥ ക്ഷേത്രമൊക്കെ ഉൾപ്പെട്ട വലിയ ക്ഷേത്ര പരമ്പരയുണ്ടായി. ഞാൻ 100 കണക്കിന് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ ഇന്ത്യയിൽ പോയി കണ്ട ഒരാളാണ്. എവിടെ മഹത്തായ ക്ഷേത്രം ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും. അതിലെന്നെ ഏറ്റവും അമ്പരപ്പിച്ചൊരു ക്ഷേത്ര പരമ്പരയാണ് ഗുജറാത്തിലെ പാലിത്താനോവിലെ ക്ഷേത്രം. ഒരു മലയും അതിൻ്റെ ചുറ്റിലും 1000 ക്ഷേത്രം പണിഞ്ഞിരിക്കുകയാണ്. ആ രാജകുടുംബം 9-ാം നൂറ്റാണ്ട് തൊട്ട് 16-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്നു. ആ രാജകുടുംബത്തിൽ ഒരു ആൺതരി ജനിച്ചാൽ ഒരു പുരുഷ ദൈവസങ്കല്പത്തിൽ വിഷ്ണു ഭഗവാനോ പരമശിവനോ ഗണപതിക്കോ ഒരു ക്ഷേത്രം പണിയും. ആ രാജകുടുംബത്തിലൊരു പെൺകുട്ടി ജനിച്ചാൽ ഒരു ദേവീ സങ്കല്പത്തിൽ ദുർഗാ ഭഗവതിയോ കാളി ഭഗവതിയോ സരസ്വതിയോ എടുത്ത് വെച്ചിട്ടൊരു ക്ഷേത്രം പണിയും. അങ്ങനെ ഒരു മലയും അതിന് ചുറ്റുമായി 1000 ക്ഷേത്രം നിൽക്കുകയാണ്. ഞാൻ ഗുജറാത്തിൽ അത് കാണാൻ പോയി. രാവിലെ വിട്ട് വൈകിട്ട് വരെ നടന്നിട്ട് ഒരു 28 ക്ഷേത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ ഡിവൈഎസ്പിയോട് ചോദിച്ചു, എടോ ഇത് മുഴുവൻ കാണാൻ എന്ത് സമയമെടുക്കും? അവൻ സാറോട് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചാൽ ഒരു 3-4 മാസം കൊണ്ട് ഇത് മുഴുവൻ കാണിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ലീവൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിനൊരു കോടീശ്വരൻ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് കാണാൻ വേണ്ടി. ഡിവൈഎസ്പി എന്ന ആ കോടീശ്വരനോട് ചോദിച്ചു, കേരളത്തിൽ നിന്നൊരു IG വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണിച്ചോട്ടെ. കാണിച്ചോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ ഹെലികോപ്റ്ററിൽ കയറി ആ പാലിത്താനോട് ചുറ്റും ഒരു 15 മിനിറ്റ് ഒന്ന് കറങ്ങി. എന്തൊരു അത്ഭുതം എന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻ്റർനെറ്റിൽ കയറി പാലിത്താനൊന്ന് അടിച്ചു നോക്കണം. ആ 1000 ക്ഷേത്ര സമുച്ചയം വളരെ ഭംഗിയായിട്ട് ടെലിവിഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഏതെങ്കിലും മതത്തിന് ഒരു സ്ഥലത്ത് 1000 ആരാധനാലയം പണിയാൻ പറ്റിയിട്ടുണ്ടോ? ഹിന്ദു മതത്തെ പോലെ പറ്റിയിട്ടില്ല. അതാണ് മഹത്തായ ക്ഷേത്ര സമുച്ചയം. അപ്പോൾ കാവെങ്ങനെ കോവിലായി, കോവിലെങ്ങനെ അമ്പലമായി, അമ്പലം അങ്ങനെ ക്ഷേത്രമായി നമ്മൾ മനസ്സിലാക്കണം. ആ ക്ഷേത്രം അതിൻ്റേതായ പ്രത്യേകതകളൊന്നാണ്. ഒരു ആരാധനാലയം ക്ഷേത്രമാകണമെങ്കിൽ അതിന് 9 ഘടകങ്ങൾ വേണം. അതിന് ഒരു ഗോപുരം ഉണ്ടാവണം, ക്ഷേത്രത്തിന് ഒരു ഗർഭഗൃഹം ഉണ്ടായിരിക്കണം, ക്ഷേത്രത്തിന് ഒരു കൊടിമരം ഉണ്ടാവണം, ക്ഷേത്രത്തിന് അതിൻ്റേതായ ഒരു കൊടി വേണം, ഒരു കൊടി അടയാളം വേണം, ക്ഷേത്രത്തിനൊരു ബലിത്തറ വേണം, ഒരു ബലിത്തറ. ഇങ്ങനെ ക്ഷേത്രത്തിന് 9 ഘടകങ്ങളാണുള്ളത്. ആ 9 ഘടകങ്ങളൊരു ക്ഷേത്രം പണിഞ്ഞു കഴിയുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അർത്ഥവും അതിൻ്റെ പ്രത്യേകതകളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ക്ഷേത്രത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഈ ക്ഷേത്ര പ്രത്യേകത എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആ ക്ഷേത്രത്തിൽ വിഷുവിൻ്റെ അന്ന് രാവിലെ മേൽക്കൂരയിൽ നിന്ന് ഒരു സൂര്യരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിൻ്റെ വലത്തെ തള്ളവെള്ള നഖത്തിൽ മുട്ടി നിൽക്കും. അതായത് വിഷുവിൻ്റെ അന്ന് രാവിലെ
സൂര്യഭഗവാൻ പത്മനാഭസ്വാമിയെ വണങ്ങുന്നു എന്ന് സങ്കല്പം. പകൽ സമയത്ത് നോക്കിയാൽ റൂഫിൽ ദ്വാരം കാണുമോ? ഇല്ല. മഴ പെയ്താൽ ദ്വാരത്തിൽ കൂടെ വെള്ളം വരുമോ? ഇല്ല. പക്ഷേ 360 ദിവസമുള്ളതിൽ വിഷുവിൻ്റെ അന്ന് രാവിലെ സൂര്യൻ എവിടെ നിൽക്കുമെന്ന് 1000 കൊല്ലത്തിന് മുമ്പ് അത് പണിയിച്ച രാജാവിനും അത് പണിയിച്ച അവിടുത്തെ മഹാപുരോഹിതനും ശില്പിക്കും അറിയാമായിരുന്നു. അതനുസരിച്ചിട്ടാണ് ആ ദ്വാരം ഇട്ടിരിക്കുന്നത്. കറക്റ്റ് സൂര്യപ്രകാശം വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിൻ്റെ തള്ളവെള്ളിൻ്റെ നഖത്തിൽ മുട്ടി നിൽക്കും. സൂര്യഭഗവാൻ പത്മനാഭസ്വാമിയെ വണങ്ങും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഗോപുരമുണ്ട്, 7 നില. ആ ഗോപുരത്തിന് നട്ട നടുക്ക് ഒരു ചതുരാകൃതിയിലൊരു ദ്വാരമാണ്, അപ്പുറപ്പുറം കാണാം. സമ്മർ സോൾസ്റ്റീസ് ആൻഡ് വിൻ്റർ സോൾസ്റ്റീസ് ജൂൺ 21, ഡിസംബർ 22 ഈ 2 ദിവസം രാവിലെ 7:30 മണിയാവുമ്പോൾ സൂര്യഭഗവാൻ വന്നിട്ട് ഒന്നാമത്തെ ചതുരം നിറയും. 9 മണിയാകുമ്പോൾ 2ാമത്തെ ചതുരം നിറയും. 10 മണിയാകുമ്പോൾ 3ാമത്തെ ചതുരം നിറയും. അങ്ങനെ 7 ചതുരവും നിറഞ്ഞ് ഉച്ചക്കൊരു 3 മണിയാവുമ്പോൾ സൂര്യൻ അതിൻ്റെ യാത്ര അങ്ങ് തുടരും. 1000 കൊല്ലത്തിന് മുമ്പ് ആ ക്ഷേത്രം പണിച്ച മഹാനായ രാജാവിനും മഹാപുരോഹിതനും അറിയാമായിരുന്നു ജൂൺ 21-നും ഡിസംബർ 22-നും സൂര്യൻ ഏത് ആംഗിളിലാണ് രശ്മികൾ വരുന്നതെന്ന് കൃത്യമായി അറിയാമായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര അത്രയും വലിയ ഭാരം, അത് 365 തൂണിലാണ് അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സൗരവർഷം 365 ദിവസമാണെന്ന് സായിപ്പിന് മനസ്സിലായത് 1584 ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്തപ്പോഴാണ്. ഗ്രിഗോറിയൻ കലണ്ടർ. പക്ഷേ അതിനും 500 വർഷങ്ങൾക്ക് മുമ്പ് രാജാവിനും ശില്പിക്കും അറിയാമായിരുന്നു ഒരു സൗരവർഷം 365 ദിവസമാണെന്ന്. ജനുവരി 1-ന് സൂര്യൻ നിൽക്കുന്നിടത്ത് ഒരു തൂൺ, ജനുവരി 2-ന് സൂര്യൻ നിൽക്കുന്നത് 2ാമത്തെ തൂൺ. അങ്ങനെ 365 തൂണ് കഴിഞ്ഞാൽ അടുത്ത തൂൺ എല്ലാ തൂണിൻ്റെയും 4-1 പൊക്കമുള്ളതിന് 365 തൂണിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയുടെ ഭാരം വന്ന് നിൽക്കുന്നത്. എന്തൊരു അത്ഭുതമെന്ന് ആലോചിച്ചോണം. സാഹിബ് പോലും കണ്ട അവന് ശാസ്ത്രം വളരാത്ത കാലത്ത് നമ്മളത് മനസ്സിലാക്കിയിരുന്നു. പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ പോയി തൊഴുതാൽ പുരുഷന്മാർ വലത്തെ ചെവി തറയിൽ മുട്ടിക്കണം, സ്ത്രീകൾ ഇടത്തെ ചെവി തറയിൽ മുട്ടിക്കണം. സാഷ്ടാംഗം ചെയ്യുന്നതിൻ്റെ ഭക്തനോ ഭക്തയോ ചെവി തറയിൽ മുട്ടിച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ശംഖുവും കടപ്പുറത്ത് തിരമാല അടിക്കുന്ന ശബ്ദം കറക്റ്റ് ഭക്തൻ്റെ ചെവിയിൽ കിട്ടും, ചെവി കേൾക്കാം. ആണ്ടിൽ 2 തവണയാണ് പത്മനാഭസ്വാമിയെ ആറാട്ടിന് കൊണ്ടുപോകുന്നത്. ആ ഒരു ദിവസം തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു വിമാനം ഇറങ്ങിയില്ല. കാരണം വിമാനം ഇറങ്ങുന്ന ടാർമാക്കിൽ കൂടാണ് പത്മനാഭസ്വാമി എഴുന്നള്ളിച്ച് ശംഖുമുഖത്തോട്ട് കൊണ്ടുപോകുന്നത്. ആ ശംഖുമുഖത്ത് കൊണ്ടുപോയി പത്മനാഭസ്വാമിയെ കുളിപ്പിക്കുന്ന ആ കടവിലെ തിരമാലയുടെ ശബ്ദമാണ് ഇവിടെ ഭക്തൻ്റെ ചെവി കിട്ടുന്നത്. ഇപ്പോൾ പോലും ഭൂമിക്കടിയിലൂടെ 5 കിലോമീറ്റർ ശബ്ദം കൊണ്ടുപോകാൻ സായിപ്പിന് പോലും പറ്റിയല്ല, സായിപ്പിന് പോലും. അപ്പോൾ ഒരു വയർലെസ്സും ഒരു കമ്പിയും ഇല്ലാതിരുന്ന കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം സൃഷ്ടിച്ച രാജാവും മഹാപുരോഹിതനും ശില്പിയും വളരെ കൃത്യമായി ശംഖുവും കടപ്പുറത്ത് തിരമാലടിക്കുന്ന ശബ്ദം ഭൂമിക്കടി കൂടെ കൊണ്ടുവന്ന് ഭക്തൻ്റെ ചെവിയിൽ കേൾക്കത്തവണ്ണം സെറ്റ് ചെയ്തിരിക്കുക അവിടെ. അപ്പോൾ ഭക്തൻ ആ ശബ്ദം കേട്ട് കഴിയുമ്പം ഭഗവാൻ വണങ്ങിയെന്ന് മനസ്സിലാവും. ഉടനെ ഭഗവാൻ വണങ്ങിയത് സമ്മതിച്ചെന്ന് കേട്ട് കഴിയുമ്പോൾ ഭക്തൻ എഴുന്നേക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2000 യക്ഷികളെ ഭിത്തിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. 1ാമത്തെ യക്ഷിയിൽ നിന്ന് വ്യത്യസ്തമാണ് 2ാമത്തെ യക്ഷി, 2ാമത്തെ യക്ഷി വ്യത്യസ്തമാണ് 3ാമത്തെ യക്ഷി. 2000 യക്ഷികൾ, 2000 ഡിഫറൻറ്റ് യക്ഷികളാണ്. ഒരക്ഷിയുടെ മൂക്ക് ഇച്ചിരി നീളം കൂടുതലായിരിക്കും, മറ്റേ യക്ഷിയുടെ ചെവിയുടെ ഇയർ ലോബ്സിന് നീളം കൂടുതലായിരിക്കും, ഒരക്ഷയുടെ ഇടത്തെ കാലിന് വണ്ണ കൂടുതലായിരിക്കും, മറ്റേ യക്ഷിയുടെ വലത്തെ കൈക്ക് ഇച്ചിരി വണ്ണ കൂടുതലായിരിക്കും, ഒരക്ഷയുടെ വിരലിന് നീളം ഇച്ചിരി കൂടുതലായിരിക്കും. 2000 യക്ഷി, 2000 ഡിഫറൻറ്റ് യക്ഷിയെ കൊത്തിവെച്ചിരിക്കുകയാണ്. 2000 ഡിഫറൻറ്റ് യക്ഷിയെ. അത്രയും വ്യത്യസ്തത ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം ചിന്തിച്ചിട്ടാണ് ഓരോ യക്ഷിയെയും ഭിത്തിയിൽ കൊത്തിവെച്ചിരിക്കുന്നത് മനസ്സിലാക്കണം. ഞാനിത് 5 ഉദാഹരണം പറഞ്ഞാണ്. ആ ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലുണ്ടല്ലോ ദിവസങ്ങളിൽ മെനക്കെട്ടെങ്കിലേ പറ്റുള്ളൂ. അത്ര പ്രത്യേകതയാണ്. ഞാൻ കോട്ടയം SP ആയിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഉത്സവമാണ്.
7.5 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. പക്ഷേ എല്ലാവർക്കും ഉത്സവമാണ്, ഞങ്ങൾക്ക് ഉത്സവമല്ല. കാരണം 7.5 പൊന്നാന 780 പവനാണ്. 750 പവൻ എന്ന് പറഞ്ഞാൽ 4.5 കോടി രൂപയാണ്. അപ്പോൾ പൊന്നാനയെ അടിച്ചെടുത്തുകൊണ്ട് പോകാൻ ടെററിസ്റ്റുകളോ ഡക്കോയിറ്റുകളോ വന്നത് അടിച്ചെടുത്തുകൊണ്ട് പോയാൽ ഭയങ്കര സംഭവം. തോക്കെടുത്ത് വെടിവെപ്പിച്ചിട്ട് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാനെന്ത് ചെയ്തു? 50 പോലീസുകാർക്ക് തോക്ക് ഇഷ്യൂ ചെയ്തു. അവർക്ക് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഏതെങ്കിലും കൊള്ളക്കാരൻ പൊന്നാനയെ എടുക്കാൻ ശ്രമിച്ചാൽ ഷൂട്ട് ഹിം ഡെഡ് ഓൺ ദ സ്പോട്ട്. ഫർദർ ഓർഡറൊന്നും വേണ്ട, വെടിവെച്ചവൻ ഞാൻ കൊന്നേക്കാൻ ഉത്തരവാണ്. ഞാൻ റിവോൾവർ എടുത്ത് ആ ഉണ്ടയൊക്കെ നിറച്ച് റെഡിയാക്കി എൻ്റെ ഉടുപ്പിനടി പിടിച്ചിരിക്കുക. അപ്പോഴാണ് ഈ പൊന്നാനെ പുറത്തെടുക്കണം. കേരളത്തിലെ വലിയ തസ്കര വീരന്മാരെല്ലാം പൊന്നാനെ അടിക്കാൻ പോയിട്ടുണ്ട്, സ്റ്റീഫൻ ഉൾപ്പെടെ. പക്ഷേ ഒരെണ്ണത്തിന് പൊന്നാനിരിക്കുന്ന അറയുടെ അടുത്തൊക്കെ എത്താൻ പറ്റിയിട്ടില്ല. സ്റ്റീഫന് മാത്രം തലയുടെ മുകളിലിരിക്കുന്ന ആ റിങ്ങിൻ്റെ ഒരു ചെറിയ ഭാഗം കിട്ടി. ഞാനും അമ്പറന്ന് പോയി എന്താ ഇത് കാര്യമെന്ന്. അപ്പോഴാണ് ഈ അറ തുറക്കുന്ന സമയം. ഞാൻ പോയി അവിടെ നിൽക്കണം. അപ്പോൾ 7 സ്ഥലത്തു നിന്ന് 7 താക്കോൽ വന്നു. ആദ്യം പ്രധാന പൂജാരി താക്കോലോട്ട് കറക്കി, രണ്ടാമത്തെ പൂജാരി കറക്കി, മൂന്നാമത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കറക്കി, പിന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറി കറക്കി, പിന്നെ ദേവസ്വം ബോർഡ് ട്രഷറർ കറക്കി. അങ്ങനെ 7 വീട്ടിൽ നിന്ന് വന്ന 7 താക്കോൽ അനുക്രമമായി കറക്കിയെങ്കിലേ അറ തുറക്കൂ. രണ്ടാമത്തവൻ താക്കോലോട്ട് കറക്കട്ടെ, നാലാമത്തവൻ കറക്കിയ അറ തുറക്കുകയില്ല. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞാൻ 7 താക്കോലെടുത്ത് ലെൻസ് വെച്ച് ഇങ്ങനെ പരിശോധിച്ചു. എനിക്കൊരു ചുക്കും മനസ്സിലായില്ല. ഈ താക്കോലിനകത്ത് എവിടെയാണ് ഈ വ്യത്യാസം പറ്റിയത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അങ്ങനെയാണ് ആ പൊന്നാനെ പുറത്തെടുക്കുന്നത്. പൊന്നാനെ പുറത്തെടുത്തപ്പം പൂജാരി എന്നോട് പറഞ്ഞു, സാറേ ഈ 1-ാമത്തെ ആനയിൽ നിന്ന് വ്യത്യസ്തമാണ് 2-ാമത്തെ ആന, 2-ാമത്തെ ആനയിൽ നിന്ന് വ്യത്യസ്തമാണ് 3-ാമത്തെ ആന. അദ്ദേഹം 8 ആനയുടെ വ്യത്യാസം പറഞ്ഞു തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ വിചാരിച്ചു ഒരേ അച്ചി വാർത്ത ആനകളാണ്. ഒരാനയുടെ കൊമ്പിനിച്ചിട്ട് നീളക്കുള്ളായിരിക്കും, മറ്റേ ആനയുടെ തുമ്പിക്ക് ഇച്ചിരി നീളക്കുള്ളായിരിക്കും. 3-ാമത്തെ ആനയുടെ ചെവിക്കൊരു പ്രത്യേകത ഉണ്ടാവും. 7.5 പൊന്നാന 8 ഡിഫറെൻ്റ് ആനകളാണ്. ഒരാന ഒരച്ചിലുണ്ടാക്കിയ ആനകളല്ല. നമുക്ക് എഴുന്നള്ളിച്ചൊന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇതാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അത്ഭുതം എന്ന് പറയുന്നത്. കേരളത്തിലെ 108 പ്രധാന ക്ഷേത്രങ്ങളെപ്പറ്റി ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഒരു പുസ്തകം എഴുതി, ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് കേരള. 1000 രൂപ വരെയുള്ള പുസ്തകം. ഞാനതിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ചെൻ്റെ കൈ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഓരോ ക്ഷേത്രത്തിൻ്റെയും ചരിത്രം എന്താണ്, ഐതിഹ്യം എന്താണ്, ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകം എന്താണ്, ആ ക്ഷേത്രത്തിലെ ആചാരം എന്താണ്, അതിലെ പ്രത്യേകം എന്താണ്, അവിടെ ചൊല്ലുന്ന പ്രത്യേക മന്ത്രത്തിൻ്റെ പ്രത്യേകം എന്താണ്, കംപ്ലീറ്റ് ആ പുസ്തകത്തിലുണ്ട്. 1000 രൂപയുടെ പുസ്തകം. 108 ക്ഷേത്രം. ആ ഓരോ ക്ഷേത്രത്തെ പറ്റിയും പഠിക്കുമ്പോഴാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അത്ഭുതം എന്താണെന്ന് പഠിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് മനസ്സിലാക്കേണ്ട സംഭവമാണ്. നിങ്ങളുടെ ക്ഷേത്രവും ആ പുസ്തകത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലിസ്റ്റ് ചെയ്തേക്കണം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ദേശത്തുകാരല്ലാത്ത, പള്ളിപ്പുറത്തുകാരല്ലാത്ത ഒരാൾ പുറത്തുനിന്ന് ഇവിടെ വരികയാണെങ്കിൽ ആ വരുന്ന ആളിന് ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു പാംഫ്ലെറ്റ് ഉണ്ടാക്കി വെച്ചേക്കണം. ഭക്തൻ വരുമ്പോൾ ഓരോ കോപ്പ് എടുത്തേക്കണം. 2 രൂപയുടെ ചിലവല്ലേ ഉള്ളൂ. ഓരോ കൂടെ അത് വായിക്കുമ്പോൾ ഭക്തന് മനസ്സിലാവും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണ്, ഇതിൻ്റെ ചരിത്രം എന്താണ്, ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ പ്രത്യേകം എന്താണ്, ഇവിടുത്തെ ആരാധനയുടെ പ്രത്യേകം എന്താണ്, ഈ ക്ഷേത്രത്തിലെ ആചാരം എന്താണെന്ന് ആ മനുഷ്യന് മനസ്സിലാവും. പള്ളിപ്പുറക്കാർക്ക് അറിയാം, പുറത്തുനിന്ന് ഒരാളൊന്നും അയാൾക്കറിയണ്ടേ. ഇത് ഒറ്റയടിക്ക് ഒരു പ്രിൻ്റ് ചെയ്തൊരു പാംഫ്ലെറ്റ് വെച്ചേക്കണം. അവിടെ ഏത് ഭക്തൻ വന്നാലും ഒരു കോപ്പി കൊടുത്തേക്കണം. അപ്പോൾ ആ അത്ഭുത ലോകത്തിന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ എത്ര അത്ഭുതകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സനാതനധർമ്മം എന്താണെന്നും അതിൻ്റെ ആരാധനാലയങ്ങളെ ക്ഷേത്രങ്ങൾ എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം.